അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതര മതങ്ങളിൽ നിന്നും ദീനുൽ ഇസ്ലാമിൽ ഏറെ വേറിട്ട് നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസ കാര്യങ്ങളാണ്. കാരണം വിശ്വാസം ശരിയാകാത്ത ഒരാളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഒരാളുടെ സൽസ്വഭാവമോ ഒരാളുടെ ദാനധർമ്മമോ അവൻ കാണിക്കുന്ന ഏറ്റവും നല്ല മഹോന്നതമായ പെരുമാറ്റങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ വിശ്വാസം നന്നാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തൗഹീദുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥമാണ് നമ്മൾ മാസം തോറും മഗ്രിബിന് ശേഷം ഇങ്ങനെ ഞായറാഴ്ചകളിൽ നമ്മൾ വായിച്ചു വരുന്നത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് തൗഹീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് മനസ്സിലാക്കിയത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേറെ അനിവാര്യമായിട്ടുള്ള കാര്യം തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ മുസ്ലിമിനും എന്തൊക്കെയാണ് അനിവാര്യമായിട്ടുള്ള കാര്യം? ഒന്നാമതായി അവൻ ആ തൗഹീദിനെ ഇഷ്ടപ്പെടുന്നവനായിരിക്കേണ്ടതുണ്ട്. തൗഹീദ് എന്ന് പറയുന്ന കാര്യം അഥവാ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്ന കാര്യം അവനേറെ ഇഷ്ടമുള്ള കാര്യമായിരിക്കണം. അതുപോലെ ആ മുവഹിദീങ്ങളെ, തൗഹീദുള്ള ആളുകളെ, അള്ളാഹുവിന് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് മുവഹിദീങ്ങളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. തൗഹീദിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. മുവഹിദീങ്ങളെ വെറുക്കുക എന്നുള്ളത് സഹോദരങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന തൗഹീദിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് ആ തൗഹീദ് നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. അതുപോലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ ബാബു മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്ന ബിഗൈരി ഹിസാബ്, ആരെങ്കിലും തൗഹീദ് സാക്ഷാത്കരിച്ചാൽ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന അധ്യായം പഠിച്ചിട്ടുണ്ടായിരുന്നു. തൗഹീദ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന ആളുകൾക്കാണ് ആ ഭാഗ്യം കിട്ടുക എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു ബാധ്യതയായിപ്പെട്ട കാര്യമാണ് തൗഹീദ് അനുസരിച്ച് അമല് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തൗഹീദിനുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് ഷിർക്കിൽ നിന്നും തൗഹീദിന് എതിരാകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒരാൾ വിട്ടുനിൽക്കുക, അതിനോട് ബറാഅത്ത് പ്രഖ്യാപിക്കുക. അവൻ ഷിർക്കിലേക്ക് വീണു പോകുമോ എന്നുള്ള ഭയം കാരണത്താൽ ഷിർക്കിൻ്റെ എല്ലാ മുഖങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കുക എന്നുള്ളത് തൗഹീദിൻ്റെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തു പോന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കി നിൽക്കുന്ന തൗഹീദിനോടുള്ള വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ബാബു ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കുള്ള ക്ഷണം എന്ന അധ്യായമാണിത്. തൗഹീദിനെ ഇഷ്ടപ്പെടുന്ന, തൗഹീദിൻ്റെ ആളുകളെ ഇഷ്ടപ്പെടുന്ന, തൗഹീദ് പഠിക്കുന്ന, തൗഹീദ് ജീവിതത്തിൽ പകർത്തുന്ന, ഷിർക്കിൻ്റെ എല്ലാ മുഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരുവൻ ആ തനിക്ക് ലഭിച്ച ഖൈർ, നന്മ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തണമെന്ന് അങ്ങേയറ്റം അതീവ തൽപരനായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൻ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. കാരണം അവൻ അറിയുന്നു ഈ ഹക്ക് അതെന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല, ഞാൻ മാത്രം നന്നാകുക എന്നുള്ളതല്ല ദീനുൽ ഇസ്ലാമിൻ്റെ താല്പര്യം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്തായ സൂറത്തുൽ അസ്റിൽ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് വിജയിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാത്ത മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. അറബികളാകട്ടെ അനറബികളാകട്ടെ വെളുത്തവനാകട്ടെ കറുത്തവനാകട്ടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹക്ക് കൊണ്ട് ഈ സത്യം പരസ്പരം ഉപദേശിക്കുകയും ദഅവത്ത് നടത്തുകയും അതിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയ ഈ നന്മ, നമ്മൾ മനസ്സിലാക്കിയ ഈ ഖൈർ അത് ആളുകളിലേക്ക് നമുക്ക് സാധിക്കുന്നത് പോലെ എത്തിക്കുക എന്നുള്ളത്. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒരായത്തെങ്കിലും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യം നമ്മൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട തൗഹീദിൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന, അതിൻ്റെ മര്യാദകളെക്കുറിച്ച്, അതിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് അറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ബാബു ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അധ്യായം. ബാബു ദുആ, അദ്ദുആ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഅവത്താണ്. ദുആ എന്ന് പറയുന്നതിന് ക്ഷണം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണം എന്നുള്ള കാര്യമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇതുവരെ പ്രവേശിക്കാത്ത അമുസ്ലിമീങ്ങളായ ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുക, അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഏറ്റവും പ്രഥമമായ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരുപാട് തവണ അവൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പറയുവാനും ഉരുവിടുവാനും ഒക്കെ ഭാഗ്യം ലഭിക്കുകയും എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ. അവരെ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം കൊടുക്കുന്ന ആയത്തുകളും അതിൻ്റെ വിശദീകരണങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാ, മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുക്കുന്നു വഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി അൽ ആയ. സൂറത്തു യൂസുഫിലെ 108-ാമത്തെ ആയത്താണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറത്തിൻ, വ്യക്തമായ അറിവോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി, അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും അപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തുള്ളത്? ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കാൻ. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലിയാണ്, ദൗത്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതിന് ഇതിനേക്കാൾ ഷറഫുള്ള, ഇതിനേക്കാളും പ്രാധാന്യം ഉള്ള അറിയിക്കുന്ന മറ്റൊരു കാര്യം വേണ്ടതില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു ദൗത്യം നിനക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നീ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ അമ്പിയാക്കളുടെ ദൗത്യമാണത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന കാര്യം. എന്താണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം? എന്താണ്? ഹാദിഹി സബീലി, നബിയെ പറയുക, ഇതാണ് എൻ്റെ മാർഗം. എന്താണ് സബീൽ എന്ന് പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹാദിഹി ദീനി, ഇതാണ് എൻ്റെ ദീൻ എന്നുള്ളതാണ്. വേറെ ചിലർ പറഞ്ഞു ഹാദിഹി ദഅവതി, ഇതാണ് എൻ്റെ പ്രബോധനം എന്നുള്ളതാണ്. വേറെ ചിലർ പറഞ്ഞു ഹാദിഹി സുന്നതി, ഇതാണ് എൻ്റെ ചര്യ എന്നുള്ളതാണ്. എല്ലാം ശരിയായ കാര്യമാണ്, പരസ്പരം പൂരകമായ കാര്യമാണ്, ഒന്നും ഒന്നിനെതിരല്ല. ഇതാണ് എൻ്റെ ചര്യയായ എൻ്റെ ദീൻ, ഇതാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിക്കുന്നത് അതാണ്.
അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാൾ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും വലിയൊരു നന്മ അതാണ്. അള്ളാഹു തആല ചോദിച്ചല്ലോ സൂറത്തു ഫുസ്സിലത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരുവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ മറ്റാരുണ്ട്? അഥവാ ആരുമില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒരാൾ പറയുന്ന ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മുവഹിദ്, അവൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ദൗത്യമാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ള കാര്യം. നോക്കൂ, ആയത്തിൽ പറയുന്നത് അദ്ഉ ഇലല്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇഖ്ലാസിൻ്റെ പ്രാധാന്യം. ദഅവത്ത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് പറയേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ അള്ളാഹു തആല പറയുന്നത് അദ്ഉ ഇലൈ, എന്നിലേക്ക് ക്ഷണിക്കുക എന്ന് പറയാനല്ല, മറിച്ച് അദ്ഉ ഇലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിലേക്കാകാൻ പാടില്ല നമ്മുടെ ക്ഷണം. നമ്മുടെ സംസാരവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ എഴുത്തുകളും നമ്മൾ ഈ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും സഹോദരങ്ങൾ നമ്മളിലേക്കല്ല നമ്മൾ ക്ഷണിക്കുന്നത്. ആളുകൾ നമ്മളെ അനുസരിക്കേണ്ടതില്ല, ആളുകൾ നമ്മളെ വകവെക്കേണ്ടതില്ല. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ചാൽ മതി. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആളുകൾ എന്നെ അനുസരിച്ചിട്ടില്ല എന്ന് നമുക്കൊരു പ്രയാസമായി തോന്നേണ്ടതില്ല. ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നത് നമ്മൾ കണ്ടാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അവൻ എൻ്റെ കൂടെ കൂടിയില്ല, ഞാൻ പറയുന്നിടത്തേക്ക് വന്നില്ല, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അവൻ അള്ളാഹുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവൻ്റെ ദീനിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അതിലാണ് വിജയം. അതാണ് നമുക്ക് വിജയമായിട്ടുള്ള കാര്യം, അതല്ലാതെ നമ്മുടെ കാര്യമല്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയാൻ, കസീറും മിനന്നാസി മിനദ് ദുആത്തിൽ യൗം, ഒരുപാട് ദായിമാരെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുമെന്ന് പറയുന്ന ആളുകൾ, മിൻ ഗൈരി അൻ നുഅയ്യിന അഹദ, ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ, യദ്ഉ ഇലാ നഫ്സിഹി, അവൻ യഥാർത്ഥത്തിൽ സ്വന്തത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്നാണ് അദ്ദേഹം പറയുന്നത്, ബിദലീലി അന്നഹു യബ്ഹസു അമ്മാ യുഅ്ജിബുൻ നാസ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്കാണ് എപ്പോഴും ക്ഷണിക്കുക. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം, ജനങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഭൂരിഭാഗം ജനങ്ങൾക്ക് ഏത് വിഷയം സംസാരിക്കുന്നതാണോ ഇഷ്ടം അതായിരിക്കും അവൻ പറയുക. അതവൻ സ്വന്തത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ജനങ്ങൾക്ക് എന്ത് ഏറ്റവും വേണമെന്നുള്ള കാര്യമല്ല അവൻ സംസാരിക്കുക. അവൻ കൂടുതൽ ആളുകളെ വേണം, കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാൻ, കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ, കൂടുതൽ ആളുകൾ തന്നിലേക്ക് വരാൻ ഏത് വിഷയമാണ് നല്ലത്, എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ ഇതായിരിക്കും അവൻ പറയുക. അതല്ലാതെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം, ജനങ്ങൾക്കേറെ ആവശ്യമുള്ള കാര്യം അതല്ല അവൻ പറയുന്നത്. ഇങ്ങനെ ആളുകളെ കാണുകയാണെങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കല്ല ക്ഷണിക്കുന്നത്, അവൻ അവനിലേക്കാണ്. അവന് ആളുകൾ ഒഴിവാക്കി പോകാൻ പാടില്ല. ഈ തൗഹീദ് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ ഒരുപക്ഷെ കേൾക്കാൻ തയ്യാറാവുകയില്ല. ആളുകൾ അമ്പിയാക്കളെ തള്ളി പറഞ്ഞിരിക്കുന്നു. 950 വർഷം പ്രബോധനം ചെയ്ത നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ചെവിക്കൊള്ളാതെ അദ്ദേഹത്തിന് തുലവും കുറച്ച് ആളുകൾ മാത്രമാണ് ലഭിച്ചത്. അഥവാ നമ്മുടെ പറയുന്ന കാര്യത്തിൻ്റെ ആ മാറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, പറയുന്ന കാര്യം നന്നല്ലാത്തത് കൊണ്ടല്ല, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്വീകാര്യമാകുന്ന, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതുമാത്രം ഞാൻ അവതരിപ്പിക്കുക, ഞാൻ അതിനു വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമേ ഞാൻ പറയുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നവർ യഥാർത്ഥത്തിൽ എവിടേക്കാണ് ക്ഷണിക്കുന്നത്? എന്ത് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ള പേരിൽ നീ കാണിക്കുന്ന കോപ്രായങ്ങൾ കൊണ്ട് അതിലൂടെ ഒരുപാട് ആളുകൾ നിന്നെ ഇഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ നിന്നെ ഫോളോ ചെയ്യുകയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നിനക്ക് കിട്ടുകയും ചെയ്തിട്ട് എന്ത് കാര്യമാണ് സഹോദരങ്ങൾ ഉണ്ടാവുക? ആ ജനങ്ങളോട് നസീഹത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഗുണകാംക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം നീ പറയുമായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അവരിത് നരകത്തിലേക്ക് പോകുന്ന വിശ്വാസം അവരുടെ കയ്യിലുണ്ട്. അവരിൽ ഖബറിലേക്ക് പോകുന്നവരുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മഹാന്മാരോട് ചോദിക്കുന്നതുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കുകയില്ല. അവരോട് അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ ഇതുമാത്രം സംസാരിക്കുക സഹോദരങ്ങളെ വളരെ അപകടം പിടിച്ച കാര്യമാണ്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ തിരുത്തുക എന്നുള്ളത് പലപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടും. അപ്പം അതിൻ്റെ പിന്നാലെയാണ് പല ആളുകളും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പലരും അതിൻ്റെ പിന്നാലെയാണ്. എനിക്ക് ലൈക്ക് കിട്ടുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും. കാരണം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര ആളുകൾ നമ്മളെ പരിഗണിച്ചെന്ന് വരികയില്ല.
ചിലപ്പോൾ തെറിവാക്കുകളായിരിക്കും കൂടുതൽ കിട്ടുക. ചിലപ്പോൾ ആളുകൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല, പുച്ഛത്തോടുകൂടി തള്ളിക്കളയും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ക്ഷണിക്കേണ്ടത് അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്, അമ്പിയാക്കളുടെ മാർഗത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അതുപോലെ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, അദ്ദാഇ ഇലല്ലാഹ് ലാ യദ്ഉ ഇലാ ജമാഅത്തിൻ വലാ ഇലാ ഹിസ്ബിയാത്തിൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവൻ അവൻ്റെതായ സംഘത്തിലേക്കോ സംഘടനയിലേക്കോ അല്ല ക്ഷണിക്കേണ്ടത്, അവൻ്റെ ഒരു കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതല്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞാനൊരു സംഘടന ഉണ്ടാക്കി, അതിലൊന്ന് മെമ്പർഷിപ്പ് എടുത്ത് കിട്ടിയാൽ മതി അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കണം. അള്ളാഹു പറഞ്ഞതെന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്, ഇതനുസരിക്കുന്നവനാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അല്ല നമ്മോടൊപ്പം കൂടിയിട്ട് നമ്മുടെ ആളുകൾ കൂടണം, ഈ ആഗ്രഹം നമുക്ക് പാടില്ല. നമുക്കൊരുപാട് മെമ്പേഴ്സിനെ കിട്ടിയിട്ട് നമ്മൾ വലിയ ആളുകളായി മാറണം, സമൂഹത്തിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് നമ്മുടേതാണ്, ആളുകൾ കാണുമ്പോൾ ഏറ്റവും വലിയ സമ്മേളനം നടത്തിയത് നമ്മളാണ് എന്ന് ജനങ്ങൾ പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊന്നും കിട്ടാനില്ല. മറിച്ച് ഈ പറയുന്ന ആളുകൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ദഅവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഖ്ലാസാണ്. അദ്ഉ ഇലല്ലാഹ് എന്നാണ് പറഞ്ഞത്. എന്നിലേക്കാകാൻ പാടില്ല ക്ഷണം. ആളുകൾ എന്നെ വിമർശിച്ചാലും ശരി, ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, അവർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ എത്തിക്കുക. ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നവൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അദ്ഉ ഇലല്ലാഹ് അല ബസീറ. രണ്ടാമത്തെ കാര്യം അവിടെ വളരെ കൃത്യമായി പറയുന്നു, ഈ ദഅവത്ത് നടത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് അല ബസീറയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല യഖീൻ, വളരെ ദൃഢബോധ്യത്തോടു കൂടിയാണ് പറയുന്ന കാര്യം നമുക്ക് ഉറപ്പ് വേണം. സംശയമുള്ള കാര്യത്തിലേക്കല്ല ക്ഷണിക്കേണ്ടത്, ഉറച്ച കാര്യത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. വേറെ ചിലർ പറഞ്ഞു അല ഹഖ്, സത്യത്തിലേക്കാണ്, ബാത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. വേറെ ചിലർ പറഞ്ഞു അല എൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്, പഠിച്ച കാര്യം അറിവോടുകൂടിയാണ് ദഅവത്ത് നടത്തേണ്ടത്. ദഅവത്ത് എന്ന് പറയുന്ന എല്ലാവർക്കും ആർക്കും എന്തെങ്കിലുമൊക്കെ തോന്നുന്നത് പോലെ വിളിച്ചു പറയുക എന്നുള്ളതല്ല, മറിച്ച് അവൻ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ ഉറച്ച ബോധ്യമുള്ള കാര്യത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അദ്ഉ ഇലല്ലാഹ് അല ബസീറ. ശരിക്കും പഠിക്കണം, ശരിക്കും മനസ്സിലാക്കണം. നീ ഒരായത്താണ് എത്തിക്കുന്നതെങ്കിലും ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അറിയണം, മനസ്സിലാക്കണം. അതല്ലാതെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ്, ഒരു കാര്യം പഠിച്ചു വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് നിനക്ക് വലിയ താല്പര്യമുണ്ടായത് കൊണ്ട് കാര്യമില്ല. ഒരു ആയത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നീ വിവരക്കേട് പറയുക എന്നുള്ളതല്ല. ഒരായത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ആശയം നീ പറയേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ സ്വഹാബികളുമെല്ലാം ഈ ഒരു മാർഗത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ് അവരെ പിൻപറ്റിയവരും ചെയ്യേണ്ടത് എന്ന് വ്യക്തം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലും ശരി. പണ്ഡിതന്മാർ പറയാം, ഒരാളൊരു മസ്ജിദിലെ ഇമാമാണ്, അയാൾക്ക് അവിടെ നല്ല ശമ്പളത്തിൽ ജോലിയുണ്ട്, പക്ഷെ അവിടെ ഒരൊറ്റ ഷർത്തുണ്ട്, അവിടെ ബിദ്അത്തുകളെ സംസാരിക്കാവൂ, സുന്നത്തായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, തൗഹീദ് പറയാൻ പാടില്ല. ബിദ്അത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിനെതിർക്കാൻ പാടില്ല. ഇയാൾ അവിടെ ജോലിക്ക് നിൽക്കുകയാണ്, കാരണം ഇതിനെതിർത്താൽ ഉടനെ പിരിച്ചുവിടും. ഇവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനാണെങ്കിൽ, ഇഖ്ലാസോടുകൂടി ക്ഷണിക്കുന്നവനാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലും ഹക്ക് പറയുക എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിൽ വെള്ളം ചേർത്തിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ എങ്ങനെ പോറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ഒരുപാട് മുസ്ലിയാക്കന്മാരായ ആളുകൾ ചിലർ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്കറിയുന്നത് തന്നെയാണ്. നമ്മൾ ഓതിയ ഗ്രന്ഥങ്ങളിൽ എവിടെയും അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങളൊരു തഫ്സീറിലും പഠിച്ചിട്ടില്ല, ഞങ്ങളൊരു ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ പഠിച്ചിട്ടില്ല. പലതും പിന്നീട് കെട്ടിയുണ്ടായതാണ്. പക്ഷേ ഇത് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽപ്പില്ല, നമുക്കുള്ള ജോലി നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടിക്കൊടുത്തുകൊണ്ട് ഒരുപാട് മജ്ലിസുകളൊക്കെ സംഘടിപ്പിച്ച്, ദുആ മജ്ലിസുകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ നമ്മളെ ചെലവിനുള്ള കാശ് കിട്ടുകയുള്ളൂ എന്ന് സുബ്ഹാനല്ലാഹ് നേരിട്ട് ചില മുസ്ലിയാക്കന്മാരായ ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ഇവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നതെങ്കിൽ അത് ഇമാമായിട്ടോ ഖത്തീബായിട്ടോ അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ക്ഷണിക്കണം. അല ബസീറ, ഇൽമോടുകൂടി അറിവോടുകൂടി നീ ക്ഷണിക്കണം. അതാണ് നീ ചെയ്യേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ പണ്ഡിതന്മാർ പറയുന്നു, ഇത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അങ്ങേറ്റം റഹ്മത്തുള്ള ആളുകളായിരിക്കണം. കാരുണ്യത്തോടു കൂടിയാണ് പെരുമാറേണ്ടത്. ജനങ്ങളോട് അഹങ്കരിക്കുക, അവരുടെ മെക്കിട്ട് കയറുകയോ അല്ല.
ആളുകൾ മെക്കിട്ട് കയറുക, ആളുകൾ ചെറുതാക്കി കാണുക, നിസ്സാരരാക്കി കാണുക, മറ്റുള്ളവരെ പരിഹസിച്ച് കാണുക, ഇത് യഥാർത്ഥത്തിലുള്ളൊരു ദാഇക്ക് പറഞ്ഞ കാര്യമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ താങ്കളെ ഞാൻ അയച്ചിട്ടുള്ളത് ജനങ്ങൾക്ക്, ലോകർക്ക് കാരുണ്യമുള്ളവനായിക്കൊണ്ടാണ്. താങ്കൾ കാരുണ്യത്തോടു കൂടി പെരുമാറണം. സൂറത്ത് ആലി ഇമ്രാനിൽ ഒന്നുകൂടി വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾക്ക് ജനങ്ങളോട് വളരെ മൃദുലമായി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഗല്ലൻ ഫലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിഹിം, താങ്കൾ എങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ജനങ്ങൾ താങ്കൾക്ക് ചുറ്റുമെന്നും ഓടിപ്പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ജനങ്ങളോട് അഹങ്കരിക്കുക, അവരോട് മെക്കിട്ട് കയറുക, ഈ സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടി വിനയത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ, മദീനയിലെ ഒരു ചെറിയ പെൺകുട്ടി അത്തരത്തിലൊരു പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് വേണമെന്നിടത്തേക്ക് കൊണ്ടുപോകാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും താഴ്മ കാണിച്ചിരുന്നു എന്നാണ്. ഒരു ചെറിയ പ്രായത്തിലുള്ള ചെറിയ പെൺകുട്ടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ കുട്ടി വന്ന് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്ന് കൈപിടിച്ചു പറഞ്ഞാൽ അതിനുവേണ്ടി താണു കൊടുക്കുന്ന അത്രയും വിനയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ, നമ്മൾ ഇവിടെ ഒത്തിപ്പോയി നമ്മൾ വലിയൊരാളാണ് ഒന്നുമല്ല, ജനങ്ങളോടൊപ്പം ജനങ്ങൾ ക്ഷണിക്കുക, ദീനിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, വളരെ കാരുണ്യത്തോടു കൂടി. ഞാനിങ്ങനെ പറഞ്ഞാലേ ജനങ്ങൾ ഇതിലേക്ക് വരികയുള്ളൂ, അവർ വരാതിരിക്കാൻ ഒരുപക്ഷെ എൻ്റെ സ്വഭാവം കാരണമാകരുത് എന്ന് മനസ്സിലാക്കി അങ്ങേയറ്റം വിനയത്തോടു കൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയാം. അതുപോലെ സഹോദരങ്ങളെ, ആ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവർ ചെയ്യണം ദലീൽ അനുസരിച്ചിട്ടാണ് പറയേണ്ടത്. അതായത് ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതായിരിക്കണം പ്രബോധനം. പ്രബോധകന്റെ വായിൽ ഇതാണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഏതോ കേട്ടുകേൾവിയില്ലാത്ത ഇസ്രായേലിയാത്ത കഥകൾ പറയുക, എന്നിട്ട് രോമാഞ്ചം കൊള്ളിക്കുക. അല്ലെ, ചില പ്രഭാഷകരുടെ പ്രത്യേകത അതാണ്. മണിക്കൂറുകളോളം അവർ വാചാലരായി സംസാരിക്കും. ആളുകളെ ഇങ്ങനെ ഭയങ്കരമായ ആളുകൾ മുൾമുനയിലൊക്കെ നിർത്തുന്ന രൂപത്തിൽ ചരിത്രങ്ങളൊക്കെ പറയും. എവിടെ നിന്നാണ് ഈ ചരിത്രം? ഏത് ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്? ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണൂല. ഏതോ ഗ്രന്ഥത്തിൽ ആരോ എഴുതി വെച്ച് അതിനൊരു സനതും ഇല്ല, അത് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ആവേശം കിട്ടൂ എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഗ്രന്ഥങ്ങളിൽ, ഇവരുടെ പ്രസംഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആനിൽ ഇന്ന ആയത്ത്, ഇന്ന ഹദീസ്, ബുഖാരിയിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, ഇതൊന്നും കാണാൻ സാധിക്കുകയില്ല. കഥകളാണ്. ഇങ്ങനെ ആളുകളെ കരയിപ്പിച്ചും അല്ല ആളുകളെ ചിരിപ്പിച്ചും ആളുകളെ രസിപ്പിച്ചും ഈ രൂപത്തിൽ സംസാരിക്കണം. എന്നാലാണ് ആളുകളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കൂടുകയുള്ളൂ. ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ഒരുപാട് ആളുകൾ കൂടണമെങ്കിൽ ഞാൻ ഈ രൂപത്തിൽ കഥകളൊക്കെ പറയണം എന്നാണ് വിചാരിക്കുന്നത്. സഹോദരങ്ങൾ, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് ജനങ്ങൾക്ക് ഹൃദ്യമാകുന്ന രൂപത്തിൽ, അതിൻ്റെ അർത്ഥം പരുഷമാകുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ശൈലിയിൽ, ഒരു രീതിയിൽ പറയണമെന്നല്ല. മറിച്ച് ഇവൻ്റെ അടിസ്ഥാനം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതായിരിക്കണം എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആയത്തിൻ്റെ അവസാനത്തിൽ കാണാം, വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. വസുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങളിലോ അവൻ്റെ വിശേഷണങ്ങളിലോ ആളുകൾ ശിർക്ക് ചെയ്യുന്ന, പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു തആല മുക്തനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാൻ, ഖുൽ ഹാദിഹി സബീലി എന്ന് തുടങ്ങിയിട്ട് ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കാനാണ്. അപ്പോൾ ദഅവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് പറയുന്നത്. അതിലേറ്റവും ആദ്യമായി പരിഗണിക്കേണ്ടത് തൗഹീദാണ്. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാനാണ്, മറ്റെന്തെങ്കിലുമൊക്കെ കാര്യമല്ല. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തൗഹീദിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷണിക്കുക. അതാണ് അലാ ബസീറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അള്ളാഹുവിന് യോജിക്കാത്തതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല മുക്തനാണെന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ഞാൻ ബറാഅത്ത് കാണിക്കുക, ഞാൻ അതിൽ നിന്നെല്ലാം ബന്ധവിച്ഛേദനം അറിയിക്കുന്നു, അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദഅവത്ത് ചെയ്യാൻ പറഞ്ഞ മര്യാദകളിൽ സഹോദരങ്ങളെ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ഫായിദകൾ കിട്ടുന്നതാണ്. അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്ന ഒരു ഹദീസ് കാണാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ
ഒരു ഹദീസാണത്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. എന്താണ് ഈ ഹദീസിലുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ മുആദൻ ഇലൽ യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് കൊടുത്ത ചില ഉപദേശങ്ങളാണ്, ദഅവത്തിന് പോകുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. ഓ മുആദ്, താങ്കൾ പോകുന്നത് അഹ്ലുൽ കിതാബിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കലേക്കാണ്. അവിടേക്കാണ് താങ്കൾ ഈ പ്രബോധന ദൗത്യവുമായി പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അന്ന് യമൻ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒരു മുസ്ലിം രാജ്യമല്ല. അന്ന് യമൻ എന്ന് പറയുന്നത് അഹ്ലുൽ കിതാബാണ്. കൂടുതലും യഹൂദികളും നസ്രാണികളുമാണ് അവിടെ ഉണ്ടായിരുന്നത് കാണാൻ സാധിക്കും. തുബ്ബ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കീഴിലാണ് അവിടെ യഹൂദ മതം പ്രചരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ യമനിന് ഇന്നും നിലനിൽക്കുന്ന അബിസിനിയുമായി ബന്ധമുള്ള എത്യോപ്യയുമായിട്ടുള്ള ബന്ധം കാരണത്താൽ ഒരുപാട് നസ്രാണികൾ യമനിൽ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നസ്രാണികളും യഹൂദരും ഒരുപാടുണ്ടായിരുന്ന അഹ്ലുൽ കിതാബായിരുന്നു അന്നത്തെ യമനിലെ സ്ഥിതിവിശേഷം. പിന്നീട് സ്വഹാബികൾ പോയിട്ടാണ് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി യമനിൽ നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് മുസ്ലിം രാജ്യമായി തീരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ദഅവത്തിന് മുന്നോടിയായി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മഹത്തരമായ ഉപദേശമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. നീ അഹ്ലുൽ കിതാബിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ് ഈ വാചകത്തിൽ, അഥവാ ദാഇ ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിക്ക് പ്രബോധിത സമൂഹത്തിൻ്റെ അവരെക്കുറിച്ചിട്ടുള്ള അവരെ ഇൽമിയായ നിലവാരം എന്താണെന്ന് അറിയണം, അവരെ ഭൗതിക നിലവാരം എന്താണെന്ന് അറിയണം, അവരെത്തരത്തിലുള്ള ആളുകളാണ് എന്നറിയണം. അഥവാ ഹാലുൽ മദ്ഊവീൻ എന്ന് പറയും. അവൻ ആരെയാണോ ദഅവത്ത് നടത്തുന്നത് അവരുടെ അവസ്ഥ പരിഗണിക്കണം. എല്ലാവരോടും ഒരേ നിലക്കല്ല സംസാരിക്കേണ്ടത്. കാരണം ചില ആളുകളോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലാവുകയില്ല. അത്ര ഭൗതികമോ അല്ലെങ്കിൽ എൽമിയായ അറിവിൻ്റെ നിലവാരമോ ഇല്ലാത്ത ആളുകളുണ്ടാകും. അവരോട് ആ നിലക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. വളരെ ലൈറ്റാക്കി പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഗണിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവർക്ക് വലിയ വലിയ രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചാൽ ഭാഷകൾ തന്നെ പരിഗണിക്കേണ്ടി വരും. അവർക്ക് മനസ്സിലാകാത്ത ആളുകളുണ്ടാകും. ഓരോ നാട്ടിലും അവർക്ക് പറ്റിയ രീതിയിൽ അവർക്ക് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കണം. ഇവിടെ ജാഹിലീങ്ങളായ മക്കയിലെ മുശ്രിക്കുകളെ പോലെ അല്ല അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് വേദക്കാരാണ്. അവരുടെ കയ്യിൽ ഗ്രന്ഥമുണ്ട്, ഇഞ്ചീലുള്ളവരുണ്ട്, തൗറാത്തുള്ളവരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്തവരല്ല. അവർക്ക് പലതും അറിയാം. അമ്പിയാക്കൾ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പല മര്യാദകളൊക്കെ അറിയാം, പല ദീനിൻ്റെ കാര്യങ്ങളും അറിയാം. അതുപോലെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് തിരിച്ചു പറയാനുണ്ടാകും. തീരെ വിവരമില്ലാത്ത ആളുകളല്ല. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പോകുന്നവൻ്റെ അടുത്ത് ഉണ്ടാകേണ്ടതുണ്ട്. തീരെ വിവരമില്ലാത്ത ഒരുവനാണ് വലിയ വിവരമുള്ള ഒരു വിഭാഗത്തോട് ദഅവത്ത് നടത്താൻ പോയതെങ്കിൽ വേണ്ട ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ ആരാണ് എവിടെയാണ് പോകേണ്ടത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, ഒന്നാമതായി ആ ജനവിഭാഗത്തോട് പറയാൻ പറഞ്ഞ കാര്യം ഈ ഹദീസിലുണ്ട്. എന്താണ് ഒന്നാമത് പറയാൻ പറഞ്ഞ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ റിവായ ഇലാ അയ്യുവഹിദുല്ലാഹ്. അവരോട് ആദ്യമായി പറയേണ്ടത്, ഈ അഹ്ലുൽ കിതാബിനോട് ആദ്യമായി പറയേണ്ട കാര്യം, അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കാര്യത്തെ അവർ അംഗീകരിക്കുക. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന തൗഹീദ് അവരോട് പറയുക. ചില റിവായത്തിൽ ഇലാ യുവഹിദുല്ലാഹ്, അവർ മുവഹിദുകളാവുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അംഗീകരിക്കുക എന്ന കാര്യം പറഞ്ഞു കൊടുക്കാനാണ്. അപ്പം ആദ്യമായി അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് മറ്റെന്തെങ്കിലുമൊക്കെ വിഷയമല്ല. പ്രബോധനത്തിൻ്റെ ആദ്യ പടി എന്താണ്? പ്രബോധനത്തിൻ്റെ ആദ്യ പടി എന്താണ്? അത് തൗഹീദ് തന്നെയാണ്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഈ ഒരു മുൻഗണനാക്രമം തെറ്റിക്കുകയും അതല്ലാത്ത മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകളെ കൂട്ടിയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന പല രീതികൾ പലരെയും കാണാൻ സാധിക്കും. എന്നാൽ ദീനുൽ ഇസ്ലാം നോക്കൂ, യഹൂദികളോട് നസ്രാണികളോട് അവരുടെ മറ്റെന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട സ്വഭാവങ്ങൾ, നിങ്ങൾ പന്നി കഴിക്കരുത്, കള്ളു കുടിക്കരുത്, ഈ പറയുന്ന കാര്യങ്ങളല്ല ആദ്യം പറഞ്ഞു കൊടുക്കാൻ പറയുന്നത്. മറിച്ച് അവരോട് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ പിഴവ് എന്താണ്? ഏറ്റവും വലിയ പിഴവ് അവർക്ക് തൗഹീദില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് തൗഹീദില്ലാത്തതാണ് ഏറ്റവും വലിയ പിഴവ്. അതുകൊണ്ട് തന്നെ പ്രബോധനം നടത്തുന്ന ആളുകൾ ആദ്യം ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലേക്കാണ്. അല്ല, ചില അതിൽ നിന്ന് തലതിരിഞ്ഞ ആളുകളെ കാണാൻ സാധിക്കും. ഏത് വലിയ ഖബറിങ്കിൽ പോയാലും ഏത് വലിയ അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെ കണ്ടാലും ചിലപ്പോൾ അവനോട് പറയും, നീ പള്ളിയിൽ നമുക്ക് നിസ്കരിക്കണം, ഇതാ പറയാം, നിസ്കരിക്കണം ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇവന് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയില്ല. അഥവാ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ രൂപത്തിലാണ്?
അള്ളാഹുവാണ് എനിക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത്, അള്ളാഹുവാണ് നമ്മൾ കച്ചവടം ശരിയാക്കി തരുന്നത്, അതുകൊണ്ട് അള്ളാഹുവിന് അംഗീകരിച്ച കച്ചവടമൊക്കെ ഉഷാറാകും. കച്ചവടത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നീ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് വന്നാൽ നിൻ്റെ കച്ചവടം വിശാലമാകും, നിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ നേടും. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത് തൗഹീദല്ല, അത് തൗഹീദുർ റുബൂബിയ്യ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്നുള്ള മക്കാ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്ന കാര്യമാണ്. അതിലല്ല അമ്പിയാക്കളും അവരുടെ പ്രബോധിത സമൂഹവും തർക്കത്തിലായിട്ടുള്ളത്. മറിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് നടത്തുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനകളായിട്ടും സഹായതട്ടങ്ങളായിട്ടും വരമേൽപ്പിക്കലായിട്ടും നേർച്ചകളായിട്ടും പല രൂപത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു. അതിൻ്റെ അബദ്ധങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയുന്ന ഷിർക്കിനെതിരെ പറഞ്ഞിട്ടുള്ള ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ സഹോദരങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അത് മാറ്റിയിട്ട് ഇതൊക്കെ പറഞ്ഞ ആളുകൾ വരില്ല, ഇതൊക്കെ പറഞ്ഞ ആളുകൾ എതിർത്ത് കളയും, അല്ലെ അങ്ങനെ പറഞ്ഞിട്ട് തൗഹീദിലേക്ക് പ്രബോധനം നടത്തുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് ഇവരിത് ഒരുപാട് കാലമായി ശ്മശാന വിപ്ലവമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ പറയും മുസ്ലിം ഉമ്മത്ത് ഇപ്പോൾ ഇവിടെ ഫാഷിസത്തിൻ്റെ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുകയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭൗതികമായ നിലവാരങ്ങൾ അവർക്ക് ഇല്ല, ആ പറയുന്ന പല കാര്യങ്ങൾക്കും പല അവകാശങ്ങളും കിട്ടുന്നില്ല, അവകാശങ്ങൾക്കെതിരെ പോരാടുക, അതുപോലെ തന്നെ ഫാഷിസത്തിനെതിരെ പോരാടുക, ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി അഹോരത്രം പണിയെടുക്കുന്ന, മാർച്ചുകൾ നടത്തുന്ന, ആ രൂപത്തിൽ വേർപ്പൊഴുക്കുന്ന, ആ രൂപത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. അവരുടെ പ്രബോധനത്തിൽ എവിടെയും ഈ പറയുന്ന കാര്യം കാണാൻ സാധിക്കുകയില്ല. മുസ്ലിം ഉമ്മത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ക്ഷണത്തിലേക്ക് അത് ക്ഷണിക്കുന്നത് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അവരതല്ലാത്തതാണ്. അതുകൊണ്ടിത് യഥാർത്ഥ പ്രബോധകന്മാരാണോ, യഥാർത്ഥ പ്രബോധക സംഘമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാളുടെ പ്രബോധനം അത് തൗഹീദിൽ അധിഷ്ഠിതമാണോ, അയാൾ തൗഹീദിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ഒരു നാട്ടിൽ ഒരുപാട് ഖബറുകൾ കൂടുപോലെ പൊങ്ങി നിൽക്കുന്ന ഈ നാട്ടിൽ ഒരുവൻ തൗഹീദ് പറയുന്നില്ലെങ്കിൽ, ശിർക്കിനെതിരെ താക്കീത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവൻ യഥാർത്ഥ പ്രബോധകനല്ല. അവൻ യഥാർത്ഥ പ്രബോധകനല്ല. ഒന്നുകിൽ അവൻ ജാഹിലാണ്, വിവരമില്ല, എന്താദ്യം സംസാരിക്കണമെന്ന് അറിയില്ല. അവൻ്റെ ഹിക്മത്ത് അത് തെറ്റായ ഹിക്മത്താണ്. ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആളെ കൂട്ടിയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന അവൻ്റെ ഹിക്മത്ത് സഹോദരങ്ങൾ അതൊരിക്കലും ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവ്വലു മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആദ്യമായി ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കാര്യത്തിലാണ്, അല്ലെങ്കിൽ ലാ യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്ന കാര്യം പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണ്, അത് അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനമില്ലാതെ ബാക്കി പറഞ്ഞു കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഒരു നന്നാക്കിയിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും. നീ ഒരുപാട് കാര്യം ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ ഇടയിൽ ഒരാൾ മരിച്ചുപോയി, അവൻ തൗഹീദില്ല, അവൻ ബാക്കിയൊക്കെ നീ പറഞ്ഞു കൊടുത്ത് നിസ്കരിക്കൊക്കെ ചെയ്യുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ സാധു പോയിട്ട് ഖബറിൽ പോയി മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരത്തിന്? നീ നിസ്കാരത്തിൻ്റെ ഫിഖഹിൻ്റെ കർമ്മശാസ്ത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, മറ്റെല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഈ തൗഹീദ് അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് കാര്യമാണ് അവനുള്ളത്? ഒരു കാര്യം സഹോദരങ്ങൾ അവന് കിട്ടുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്നിട്ട് നോക്കൂ, ഫഇൻഹും അതാഊക ലിദാലിക്, ആ കാര്യം അവർ നിന്നെ അംഗീകരിക്കുകയാണ് എങ്കിൽ, അത് അംഗീകരിച്ച് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, അങ്ങനെ കടന്നു വന്ന ബാക്കിയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം പിന്നെയാണ് പറയുന്നത്. ഫഇൻഹും അതാഊക ലിദാലിക്, അവർ ഈ തൗഹീദ് അംഗീകരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് എന്ത് പറഞ്ഞു കൊടുക്കേണ്ടത്? ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൽ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞു കൊടുക്കുക എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം തൗഹീദാണ്. തൗഹീദ് സ്വീകരിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം പഠിച്ചു മനസ്സിലാക്കേണ്ട കാര്യം നിസ്കാരത്തിൻ്റെ കാര്യമാണ്. നിസ്കാരമാണ് ഏറ്റവും പ്രാധാന്യം. നിസ്കാരമാണ് ആദ്യം നാളെ പരലോകത്ത് വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അമലുകളുടെ കൂട്ടത്തിൽ ചോദിക്കുന്നത്. അതൊരാൾ ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന് ശരിയാക്കാൻ സാധിക്കുമെന്നുള്ളത് ഹദീസിൽ കാണാം. എന്നാൽ അതിലൊരാൾക്ക് പരാജയം സംഭവിച്ചാൽ ബാക്കി എന്തെല്ലാം അവന് നന്നാക്കാൻ ശ്രമിച്ചാൽ അത് നന്നാവുകയില്ല, അവൻ പരാജയപ്പെടും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തൗഹീദ് കഴിഞ്ഞിട്ടാണ് നിസ്കാരം. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് ഖബറിൻ്റെ കാര്യം പറയലല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് നേർച്ചയുടെ കാര്യം പറഞ്ഞു കൊടുക്കലല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് ആണ്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലല്ല. ആദ്യം തൗഹീദ് മനസ്സിലാക്കുക. അവൻ്റെ കൽബിലുള്ള, അവൻ നാട്ടിവെച്ചിട്ടുള്ള ഷിർക്കിൻ്റെ വിഗ്രഹങ്ങളെ ഉടച്ചു കളയുക. കൃത്യമായി ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ടതുപോലെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ
അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ കാര്യം പറയുന്നത്. ഇത്ര കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്പർ ഇട്ട് ക്രമപ്രകാരം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ആർക്കും ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം നടത്തി ദഅവത്തിൻ്റെ ഒരു രീതിശാസ്ത്രം, മുൻഗണനാ ക്രമങ്ങൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, എന്നിട്ട് പറയുന്നു ഫൈൻഹും അത്താഊക ലിദാലിക്, അവർ 5 നേരത്തെ നിസ്കാരത്തിൽ തയ്യാറായാൽ, കാരണം അപ്പോഴേ അവർ മുസ്ലിമീങ്ങളാകുന്നുള്ളൂ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു, നിസ്കരിക്കുന്നില്ലെങ്കിൽ അവർ അപ്പോഴും മുസ്ലിമീങ്ങളല്ല. അവർ മുസ്ലിമീങ്ങളായാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ബാധ്യതയാകുന്നത്. ഫഅലിംഹും അന്നല്ലാഹു ഇഫ്തറദ അലൈഹിം സദഖ, അറിയിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിൽ അവർക്ക് നിർബന്ധമായ ദാനം, സകാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുക. എന്നിട്ട് അതിൻ്റെ രീതിയും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, ആ സകാത്ത് എല്ലാവരിൽ നിന്നും നിങ്ങൾ പിരിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾ എല്ലാവരിൽ നിന്നും, ഇസ്ലാം സ്വീകരിച്ച എല്ലാവരിൽ നിന്നും, നിസ്കരിക്കുന്ന എല്ലാവരിൽ നിന്നും പിരിക്കേണ്ടതില്ല. തുഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ കൂട്ടത്തിലെ ധനികരുണ്ട്, ആ നിസാബെത്തിയ അതിൻ്റെ ഹൗല് തികഞ്ഞ ആളുകളിൽ നിന്നും മാത്രമേ സക്കാത്ത് പിരിക്കേണ്ടതുള്ളൂ. സക്കാത്ത് എല്ലാവർക്കും ബാധകമാകുന്നില്ല, എല്ലാ ജോലിക്കാർക്കും എല്ലാ കച്ചവടക്കാർക്കും സക്കാത്ത് ബാധകമാകണമെന്നില്ല. അത് കൃത്യമായ നിസാബെത്തേണ്ടതുണ്ട്, അതൊരു വർഷം കഴിയേണ്ടതുണ്ട്. അപ്പോഴും ആ മിച്ചമുണ്ടെങ്കിൽ അപ്പോഴാണ് സക്കാത്ത് പിരിക്കുക. ഫത്തുറദ്ദു അലാ ഫുഖറാഇഹിം, സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഫുഖറാക്കൾക്കാണ്, ദരിദ്രന്മാർക്കാണ് കൊടുക്കേണ്ടത്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ 2 കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്, അവരിലെ ഫുഖറാക്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്തിന് ആദ്യം പരിഗണിക്കേണ്ടത് അതാത് നാട്ടിലാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പണക്കാരൻ അവൻ തമിഴ്നാട്ടിൽ പോയിട്ടല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. അവൻ ആദ്യം പരിഗണിക്കേണ്ടത് ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരെയാണ്. ഓരോ മഹല്ലിലെയും ധനികൻ ആ മഹല്ലിലെ പാവപ്പെട്ടവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അതല്ലാത്ത വല്ലൊരു പ്രത്യേകമായ മസ്ലഹത്ത് വന്നിട്ടെങ്കിലേ ഒഴികെ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അഥവാ സമീപ പ്രദേശത്തിൽ ഭയങ്കരമായ വരൾച്ചയോ ഭയങ്കരമായ പ്രയാസമോ അനുഭവിക്കുന്ന ഒരു പെട്ടെന്നൊരു സാഹചര്യം വന്നാൽ നമുക്ക് അവിടേക്ക് കൊടുത്തയക്കാം നമ്മുടെ സക്കാത്ത്, ഒരു കുഴപ്പമില്ല. ഒരു പ്രളയം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, അവിടെ ഒരുപാട് ആളുകൾ വീടില്ലാതായി, ഭക്ഷണം ഇല്ലാതായി, താമസ സൗകര്യമില്ലാതായി, പാപ്പരായി പോയി. അപ്പോൾ പെട്ടെന്നുള്ള സാഹചര്യം വരികയാണ്. നമ്മുടെ നാടല്ലാത്ത വേറൊരു നാടാണ്, മുസ്ലിമീങ്ങളാണ് അവിടെ ഉള്ളത്. ശ്രദ്ധിക്കുക, മുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള മതക്കാരെ നിനക്ക് വേണമെങ്കിൽ സഹായിക്കാം, ദീൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സക്കാത്ത് അത് മുസ്ലിമീങ്ങൾക്ക് കയ്യിൽ മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാത്ത ആളുകൾക്ക് അതിൻ്റെതായ വകുപ്പുകളുണ്ട്, അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് കൊടുക്കാമെന്നുള്ളതാണ്. 2ാമത്തെ പാഠം ഇവിടെ പറയുന്ന സക്കാത്തിൻ്റെ 8 അവകാശികളിൽ സൂറത്തു തൗബയിൽ 60-ാമത്തെ ആയത്തിൽ 8 അവകാശികളെ പറയുന്നുണ്ട്. അതിൽ ഒരു അവകാശി മാത്രമാണ് ഫക്കീർ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു അവകാശിക്ക് മാത്രമായും കൊടുക്കാം, 8 അവകാശികൾക്കും വീതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും പറയാം. ശേഷം പറയുന്നു, സഹോദരങ്ങളെ, ഫഇൻഹും അതാഊക ലിദാലിക്, അവർ സക്കാത്തിൻ്റെ കാര്യവും നിന്നെ അംഗീകരിക്കുകയാണെങ്കിൽ സക്കാത്ത് പിരിക്കുന്നവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇയ്യാകും വഖറാഇം അംവാലിഹിം, സക്കാത്ത് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും നഫീസായ, ഏറ്റവും പ്രീഷ്യസായ, ഏറ്റവും വില കൂടിയ സമ്പത്ത് തന്നെ നീ പിരിച്ചെടുക്കാൻ പാടില്ല. ഇപ്പോൾ സക്കാത്ത് മുസ്ലിം ഭരണാധികാരി സക്കാത്ത് പിരിച്ചെടുക്കാൻ ആൾക്കാരെ അയക്കും, അങ്ങനെയാണ് ഉണ്ടാവുക. അവർ ഓരോ ധനികൻ്റെ അടുക്കലേക്കും പോയി അവൻ്റെ പണമൊക്കെ കണക്കൂട്ടി അവൻ്റെ സക്കാത്ത് കൊടുക്കാൻ പറയും. ഇപ്പോൾ പിരിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ആടുകളുള്ളൊരുവനാണ്, ആടിന് സക്കാത്തുണ്ട്. 40 ആടുണ്ടെങ്കിൽ ഒരു ആടിനെ കൊടുക്കണം. അതുപോലെ 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ആടിനെ കൊടുക്കണം. ഇതൊക്കെ സക്കാത്തിൻ്റെ കണക്കുകളുണ്ട്. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും മുന്തിയത് നീ എടുക്കാൻ പാടില്ല. അതുപോലെ കൊടുക്കുന്നവൻ ഏറ്റവും നിലവാരമില്ലാത്തതും കൊടുക്കാൻ പാടില്ല. 40 ആടുള്ളപ്പോൾ ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഏറ്റവും നിലവാരമില്ലാത്ത രോഗം പിടിച്ചൊരാടിനെ ഇവൻ കൊടുക്കാൻ പാടില്ല. ഇനി എടുക്കുന്നവനോ ഏറ്റവും മുട്ടനായ നല്ലൊരു ആടിനെ, വില കൂടിയൊരു ആടിനെ, അങ്ങനെയും പിരിക്കാൻ പാടില്ല. അവിടെയും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, എന്ത് ചെയ്യണം? മിതമായ നിലക്കുള്ളത് നീ എടുക്കണം, ഏറ്റവും മുന്തിയത് നീ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് ഉൽമാണ് എന്നാണ് പറയുന്നത്. വത്തഖി ദഅവത്തൽ മദ്ലൂം, നീ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഇത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി നാളെ പരലോകത്ത് വെച്ച് യുഹ്ശറു അമാമൽ ഉലമാഇ ബിറത്വ, പണ്ഡിതന്മാർക്ക് മുന്നിൽ ഒരു പണ്ഡിതനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ നേതാവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരുന്ന മുആദിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യാ മുആദ് ഇന്നി ഉഹിബ്ബുക്, ഓ മുആദ്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ എന്ത് ചെയ്യാൻ പാടില്ല? ളുൽമ ചെയ്യാൻ പാടില്ല. അഥവാ ഈ പറയുന്ന സക്കാത്തിൻ്റെ മുതലെടുക്കുന്ന സമയത്ത് ഏറ്റവും മുന്തിയ മുതൽ, അഥവാ സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ളവനിൽ നിന്ന് തന്നെ ഏറ്റവും മുന്തിയ മുതൽ എടുക്കുന്നത് പോലും അത് ഉൽമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അക്രമം അത് ഒന്നും തീരെ പാടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ആക്രമിക്കപ്പെട്ടവൻ സ്വാഭാവികമായും ആരാണോ അവൻ ആക്രമിച്ചത്
അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. ആ പ്രാർത്ഥനയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. അതൊരു തെമ്മാടിയാണെങ്കിലും ശരി, അതൊരു കാഫിറാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ളതാണ്. ഫൈനഹു ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ യംനഉഹാ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ തടസ്സം നിൽക്കുന്ന മറ്റൊന്നുമില്ല. അഥവാ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് റബ്ബിലേക്ക് ഉയരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളോടും ദുൽമു പാടില്ല, അമുസ്ലിമിനോട് ദുൽമു പാടില്ല, മുസ്ലിമിനോട് ദുൽമു പാടില്ല, ഒരാളോടും ദുൽമു പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. അക്രമം ഒരാളോടും പാടില്ല. കാരണം ആക്രമിക്കപ്പെട്ടവൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ നമ്മളെ ശക്തിയായിരിക്കാം നമുക്കൊരു തടസ്സം, മറ്റൊരാൾ ആക്രമിക്കാൻ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ശാരീരികമായ ശക്തിയായിരിക്കാം. രണ്ടാളുകൾ ഇടിച്ച് പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടുക, അല്ലെങ്കിൽ നമ്മുടെ പവറായിരിക്കാം, അധികാരമായിരിക്കാം ജനങ്ങൾക്ക് മേൽ അക്രമം കാണിക്കാൻ. എന്തുമാകട്ടെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അക്രമം എന്ന് പറയുന്നത് അദ്ദുൽമു ദുൽമാത്തുൻ യൗമൽ ഖിയാമ, ഇവിടെ നടത്തുന്ന അക്രമം പരലോകത്ത് ഇരുട്ടുകളായി നിനക്ക് തിരിച്ചടിക്കും, പരലോകത്ത് വലിയ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഒരു അമുസ്ലിമിനോട് പോലും, ഒരു കാഫിറിനോട് പോലും, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, തള്ളിപ്പറയുന്ന ഒരുവനോട് പോലും അക്രമം പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഒരു മുസ്ലിമിനോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്ന ഒരു മുവഹീദിനോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം. ഒരു കാഫിറിനോട് അക്രമം പാടില്ല, അവനോട് തീരെ അക്രമം പാടില്ല. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളോട് എങ്ങനെ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പിൻപറ്റുന്ന, സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്ന ഒരാളോട് ഒരു അക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ, അനീതി കാണിക്കുന്നുണ്ടെങ്കിൽ, അവനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ടെങ്കിൽ, അവനിൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിപ്പറയുന്നുണ്ടെങ്കിൽ എത്ര വലിയ അക്രമമാണ്. വത്തഖി ദഅവത്തൽ മദ്ലൂം, അത്തരം അക്രമത്തിന് വിധേയപ്പെട്ടവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊള്ളു, അത് ഭയപ്പെട്ടുകൊള്ളുക, അതിനെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാരമല്ല. നിനക്കുണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങൾ, നിനക്കുണ്ടാകുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ചിലപ്പോൾ ഇവൻ്റെ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആരെങ്കിലുമൊക്കെ അക്രമം ചെയ്യുന്നുണ്ടോ? എൻ്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സംസാരം കൊണ്ട്. സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അക്രമം ഒരാളോടും പാടില്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദാഇയായ, ഒരു പണ്ഡിതനായ ആളോട് പോലും, മഹാനായ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ദഅവത്തിൻ്റെ പ്രധാനപ്പെട്ട മസ്അലകൾ പറയുമ്പോൾ അവസാനം അതും കൂടി പറയാൻ, ഒരു അക്രമം നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, ഒരാളെയും നീ ആക്രമിക്കാൻ പാടില്ല. അത് നിന്നോടൊപ്പം ഉള്ളവനോടാണെങ്കിലും ശരി, നിന്നോടൊപ്പം ഇല്ലാത്തവനാണെങ്കിലും ശരി. അല്ല, നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കക്ഷിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായി നിൽക്കുന്ന ഒരു അടയാളം കൂടിയാണ്. എന്നോടൊപ്പം ഇല്ലാത്തവൻ ഏത് നിലക്കും ആക്രമിക്കാനാണ്. എൻ്റെ സംഘടന എന്നോടൊപ്പം മെമ്പർഷിപ്പ് എടുക്കുന്ന, എന്നോടൊപ്പം മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്നവനോടാണെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ ആയിരിക്കും. അല്ലാത്തവനാണെങ്കിൽ അക്രമം ഇവനൊരു വിഷയമേ അല്ല. അവനെക്കുറിച്ച് ഇല്ലാത്തത് പറയാം, ഒരു കുഴപ്പമില്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ തീവ്രവാദിയാണ്, അവൻ ആ നിലക്കുള്ളവനാണ്, അവൻ ഈ നിലക്കുള്ളവനാണ്, എന്തും പറയാം. ഒരു പേടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിയില്ലാത്ത രൂപത്തിൽ ആക്രമിക്കും ആളുകളെ. ആളുടെ അഭിമാനത്തിനെ വ്രണപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയും, അഭിമാനത്തിനെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കും. സഹോദരങ്ങൾ, ഇതെല്ലാം അക്രമമാണ്. ഇതെല്ലാം അക്രമമായ കാര്യങ്ങളാണ്. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുകയാണ്. ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാഹു വലഹുമ അൻ സഹൽ ഇബ്നു സഅദ്, അഥവാ ബുഖാരിയും മുസ്ലിമും സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ. ഈ ഹദീസ് സംഭവിക്കുന്നത് ഖൈബർ യുദ്ധത്തിൻ്റെ വേളയിലാണ്. ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലഉഅതിയന്ന റായത ഗദൻ, നാളെ ഈ പതാക ഞാനൊരു വ്യക്തിയെ ഏൽപ്പിക്കും. റജുലൻ, ആ വ്യക്തിയുടെ പ്രത്യേകത യുഹിബ്ബുല്ലാഹ വറസൂല, അവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഞാൻ ഈ യുദ്ധത്തിൻ്റെ പതാക ഏൽപ്പിക്കും. ആ യുദ്ധത്തിന് മുന്നിൽ ഒരു പതാക വാഹകൻ ഉണ്ടാകും. അയാളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മുൻനിരയിൽ ഉണ്ടാവുക. അയാൾക്ക് ഈ പതാക ഞാൻ ഏൽപ്പിക്കും. ഖൈബർ യുദ്ധം നടക്കുന്ന വേളയിലാണ്. ആ ഖൈബറിൽ കോട്ടയിൽ, ഇന്നുണ്ട് ആ കോട്ട, ഖൈബറിലെ കോട്ട, യഹൂദികൾ ആ കോട്ടയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് വിജയം ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പതാക ഞാൻ നാളെ ഒരാളെ ഏൽപ്പിക്കും. അയാൾക്കൊരു പ്രത്യേകതയും പറയാൻ, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹും റസൂലും അയാളെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, യഫ്തഹുല്ലാഹു അലാ യദൈഹി, അവൻ്റെ കൈകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകും
എന്ന് പറയുകയുണ്ടായി. നോക്കൂ, സഹാബികളെക്കുറിച്ച് പറയാണ് ഈ സഹാബി, ഫബാതന്നാസ് യദൂഖൂന ലൈലതഹും അയ്യുഹും യുഅ്താഹ. ആർക്കാണ് ആ പതാക ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ സ്വഹാബികൾ വ്യാപൃതരാവുകയാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. യഹൂദികൾക്കെതിരെ വിജയം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നുണ്ട്. സ്വഹാബികൾ അത് മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി കിട്ടുന്ന ഒരു യുദ്ധത്തിൻ്റെ വിജയത്തിനേക്കാൾ അവർക്ക് പ്രാധാന്യം മുകളിൽ പറഞ്ഞ കാര്യമാണ്. ഒരു വ്യക്തി, ആ വ്യക്തി ആരായിരിക്കും? കാരണം ആ വ്യക്തിയുടെ പ്രത്യേകത അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ്. അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയാണ്, സ്വഹാബികൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി തൽപരരായിരുന്നു. കാരണം വിജയത്തിൻ്റെ കൊടി നാളെ പാറുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് അതിനേക്കാളും പ്രാധാന്യം അയ്യുഹും യുഅ്താഹ, ആർക്കാണ് ഈ പതാക കിട്ടുക എന്നുള്ളതാണ്. വിജയത്തിന് ശേഷം എന്ത് ചെയ്യുക എന്നുള്ളതല്ല. വിജയത്തിന് ശേഷം ഗനീമത്ത് സ്വത്ത് കിട്ടുമോ എന്നുള്ള കാര്യമല്ല അവർ ചിന്തിക്കുന്നത്. ആർക്കാണ് ഈ പതാക കിട്ടുക? ആരായിരിക്കും ആ പതാകവാഹകൻ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടം സമ്പാദിക്കുന്ന വ്യക്തി ആരായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം സംഭവിക്കുമ്പോഴാണ് രണ്ടാമത്തെ കാര്യം സംഭവിക്കുക. അഥവാ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടമുണ്ടാകുക. അപ്പം അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് കേവലം വാചകങ്ങളിലൂടെ കവിതകൾ പാടിയിട്ട് റസൂലിനോടുള്ള ഹുബ്ബ് പാടുക, അള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പാടുക, അതുകൊണ്ട് കാര്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിൻ്റെ ആയത്തിറക്കി. ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഇഷ്ടം ശരിയാണോ എന്ന് പരീക്ഷിക്കുന്ന ഒരായത്തിറക്കി. നബിയെ ചോദിക്കുക അവരോട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റാൻ പറയുക. യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടയാളം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളൊന്നും പിൻപറ്റാത്ത ഒരാൾ ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കാര്യവുമില്ല. തിരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം അവൻ ലഭിക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം എല്ലാ വിഷയത്തിലും അവൻ്റെ റോൾ മോഡൽ. സമൂഹത്തിലുള്ള ആളുകളല്ല, ഏതെങ്കിലുമൊക്കെ മതനിരാസകരെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള തെമ്മാടികളെയോ റോൾ മോഡലുകളാക്കുന്നവനല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുകയുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, വിശ്വാസ ആചാര എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത്. ഇത്തിബാ ഉണ്ടെങ്കിൽ അത് ഇഷ്ടമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നോക്കൂ, സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തിൽ വ്യാപൃതരാവുകയാണ്. ആർക്കാണ് ഈ പതാക ലഭിക്കുക? ഫബാതന്നാസ് യദൂഖൂൻ ലൈലതഹും അയ്യുഹും യുഅ്താഹ, ആർക്കാണ് ഇത് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവരും വ്യാപൃതരാണ് എന്ന് കാണാൻ സാധിക്കും. നോക്കൂ, സഹാബികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് വിജയം കിട്ടുന്നുള്ള കാര്യം ഉറപ്പായി. കാരണം യഹൂദികളാണ്, പല തന്ത്രങ്ങളെടുക്കും, പല അടവുകൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നാളെ ജയിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൻ്റെ മറ്റൊരു അടയാളമാണ്. കാരണം ജയിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നാളെ ജയിക്കുമെന്ന് പറയുകയാണ്. അത് ജയിക്കുകയും ചെയ്തു. ഖൈബറുൽ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. നോക്കൂ, ഫലമ്മ അസ്ബഹു ഗദൗ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യർജു അയ്യുത്താഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രാവിലെ തന്നെ എല്ലാവരും പോവുകയാണ്. എല്ലാവരും പ്രതീക്ഷയിലാണ്. ചില റിവായത്തിൽ കാണും, ചിലരിങ്ങനെ തലയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണാതായി പോകരുത് എന്നുള്ള ആഗ്രഹത്താൽ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു ഇമാറത്ത് ആഗ്രഹിച്ചിട്ടില്ല, ഒരിക്കലും ജീവിതത്തിൽ ഒരു നേതൃത്വം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആ ഖൈബറിൻ്റെ ദിവസം ഒഴികെ. കാരണം അന്നത്തെ നേതൃത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേതാവാകുക എന്നുള്ളതല്ല, മുകളിലാവുക എന്നുള്ളതല്ല, മറിച്ച് ആ നേതൃത്വത്തിൽ കിട്ടിയാൽ അള്ളാഹും റസൂൽ ഇഷ്ടപ്പെട്ടു നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാൻ പല സ്വഹാബികളും അത് ആഗ്രഹിച്ചു. പലരും ആഗ്രഹിക്കുകയും അങ്ങനെ ഓരോരുത്തരും എന്നെ കാണാതായിപ്പോയി, റസൂൽ വിളിക്കാതായി പോകരുതെന്ന് വിചാരിച്ച് ഇങ്ങനെ തല ഉയർത്തി നിന്നിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കാണാതായി പോകരുത് എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോലും നിന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ നോക്കൂ, ആരെയാണ് വിളിക്കുന്നത്? ഐന അലി ബിൻ അബി താലിബ്. അലി ബിൻ അബി താലിബ് എവിടെ എന്ന് ചോദിച്ചു. ഫഖീല ഹുവ യശ്തകി ഐനൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, അദ്ദേഹത്തിന് കണ്ണിന് പ്രയാസമുണ്ട്, എന്തോ കണ്ണിന് രോഗവുമായി അദ്ദേഹം ഇരിക്കുകയാണ്, അദ്ദേഹം അവിടെ വന്നിട്ടില്ല. അദ്ദേഹം വിവരം അറിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരാൾക്ക് പതാക നൽകുമെന്നും അയാളിലൂടെ വിജയം കിട്ടുമെന്നും അയാളെ അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു എന്നുള്ളതും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിലേക്ക് മുസ്ലിമീങ്ങൾ പടപൊരുതാൻ പോകുന്ന സമയത്ത് ആദ്യം മദീനയിലാണ്. അദ്ദേഹം യുദ്ധത്തോടൊപ്പം പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ശക്തമായ കണ്ണ് രോഗമാണ്.
കണ്ണ് തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ വേദനയാണ്, ശക്തമായ കണ്ണ് രോഗമുണ്ട്. അദ്ദേഹം ഒരു ഉദുറുള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തിന് പോയിട്ടില്ല. പക്ഷേ മുസ്ലിമീങ്ങളുടെ സംഘം അല്പം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കുക, മദീനയിൽ സമാധാനത്തോടെ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് പോയതാണ് ഖൈബറിലേക്ക്. പക്ഷെ അവിടെ എത്തിയിട്ടും അദ്ദേഹത്തിന് ശിഫയായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ തിരഞ്ഞെടുക്കുമെന്ന് അറിയുന്ന സന്ദർഭത്തിൽ പോലും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും വഹിക്കുന്നില്ല, അത്രയും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, സഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഹുവ യശ്തകി ഐനൈ, അദ്ദേഹത്തിന് കണ്ണിന് രണ്ടിനും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാർസിലു ഇലൈ, ആരെങ്കിലും ഒരാൾ പോയി കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു. സലമത്ത് ബിൻ അക്വ എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു പോകുകയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയും ചെയ്തു. ഫഉതിയ ബിഹി ഫവസഖ ഫീ ഐനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീർ അവിടുന്ന് തുപ്പുകയുണ്ടായി. കണ്ണുകളിലേക്ക്, രണ്ട് കണ്ണുകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ണുകളിലേക്ക് തുപ്പുകയുണ്ടായി. അത് ഉമിനീരാകുന്ന രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുകയുണ്ടായി. അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ, അവിടുത്തെ മുടി, അവിടുത്തെ വിയർപ്പ്, ഇതെല്ലാം ബറക്കത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് ബറക്കത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ബറക്കത്തുള്ളതാണ്. അവിടുന്ന് മുടി മുറിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് വിതരണം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത വെള്ളം അത് ബാക്കി കിട്ടാൻ സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടി എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപ്പ് അത് സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് ഉറങ്ങുന്ന സന്ദർഭങ്ങളിൽ ഒലിച്ചു വരുന്ന വേർപ്പ് അത് സ്വീകരിക്കാൻ സ്വഹാബികളിൽ ചിലർ പരിശ്രമിച്ചിരുന്നു, അങ്ങനെ എടുത്തു വെച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ഇതിനൊക്കെ നിഷേധിക്കുന്ന പുരോഗമനവാദികൾ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഈ വിശ്വാസത്തിനെതിരാണ്. പക്ഷേ വിഷയം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമുള്ള ആധാറുകളൊന്നും തന്നെ ഈ കാലഘട്ടമെന്നല്ല, കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകളായി അത് ലഭ്യമല്ല, അതെന്നോ നിലച്ചുപോയിട്ടുണ്ട്. കാരണം സ്വഹാബികൾ ആർക്കും ഇത് വിട്ടുകൊടുത്തിട്ടില്ല. കാരണം അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് നടന്ന ആൾക്കാരല്ല. ഈ മുടി കിട്ടിയിട്ട് അതിൽ വെള്ളം വിറ്റിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളായിരുന്നില്ല സ്വഹാബികൾ. മറിച്ച് അവർക്ക് ആ ബറക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് പലരും അവരുടെ ഖബറിൽ വെക്കുന്ന സമയത്ത് അവരുടെ കഫൻ പുടവയോടൊപ്പം വെക്കാനൊക്കെ വസിയത്ത് ചെയ്തും മറ്റുമൊക്കെയായി പലരും ഉപയോഗിച്ച് അതില്ലാതായിരുന്നു. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അറിയിച്ച കാര്യമാണ്, അങ്ങനെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല, ഒരു ബാക്കി ലഭ്യവുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏതോ ഒരു വലിയ മുടിയുമായി വന്ന ആളുകൾ യഥാർത്ഥത്തിൽ മുടി ബിസിനസ് ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. അതിലാരും വഞ്ചിതരാകാൻ പാടില്ല. കേവലം കച്ചവടം നടത്തുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് കച്ചവടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കച്ചവടമായി ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അത് ഉപയോഗിച്ചു എന്ന് മാത്രം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല, അതിന് സനദില്ല, അതിനൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ അത് മിണ്ടുന്നില്ല. ആ പറയുന്ന ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുകയുണ്ടായി. വദഅലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഷിഫയുടെ രണ്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ്. ഒന്ന് ഭൗതികമായ മാർഗങ്ങൾ സ്വീകരിക്കുക, രണ്ട് ദുആ ചെയ്യുക. ഇത് രണ്ടും നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണോ അതിന് ശിഫയാകുന്ന കാര്യം അത് നമ്മൾ സ്വീകരിക്കുക, ദുആ ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകതയുള്ള ഖാസായ മുഅ്ജിസത്തായ കാര്യമാണ്. ഉമിനീരാക്കിയാൽ ആ കണ്ണ് രോഗം മാറുക എന്നുള്ളത്. അത് നമുക്ക് അനുവദനീയമായ കാര്യമല്ല, നമുക്കത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് കണ്ണിന് വേണ്ട മരുന്നുകൾ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് ഉപയോഗിക്കാം, അതോടൊപ്പം ദുആ ചെയ്യുകയും ചെയ്യുക. ഈ രണ്ട് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം ഹദീസൊക്കെ ഉമിനീര് തുപ്പൽ ആക്കി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു കുറച്ചിൽ പോലെ, പുരോഗമനവാദികളായ ആളുകൾക്ക് ഒരു കുറച്ചിൽ പോലെ, ഇതിനേക്കാളും വൃത്തികെട്ട പല മൃഗങ്ങളുടെയും രക്തവും മൃഗങ്ങളുടെയും മൂത്രവും മറ്റുമൊക്കെ എടുത്തിട്ട് ഇവിടെ ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും പറയുമ്പോൾ ശാസ്ത്രലോകത്തിന് ഇല്ലാത്ത രൂപത്തിലുള്ള പ്രയാസമാണ് ഈ പറയുന്ന ആളുകൾക്ക്. അത് പറയാൻ പ്രയാസമാണ്. ഇപ്പോൾ ഉമിനീരെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ അത് പറയാം എന്നാണ്. ഇവിടെ മൂത്രം എടുത്തിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട്, വലിയ ആളുകളായിട്ട് നടക്കുന്നത്. അതിനേക്കാളും പല കാര്യങ്ങളും ശാസ്ത്രലോകത്ത് പല മൃഗങ്ങളിലൊക്കെ കുത്തിവെച്ചിട്ടാണ് പല ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്നും പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നതിനൊന്നും ഒരു കുറച്ചിൽ തോന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏത് ആളുകൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ സഹോദരങ്ങളെ, ഉമിനീർ അതിൽ ബറക്കത്തുണ്ട്, അതുകൊണ്ട് ഷിഫയുമായി എന്നുള്ള കാര്യം അതുപോലെ വിശ്വസിക്കുക. ഫബറഅ, സ്വഹാബി പറയാണ്, അതോടുകൂടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉമിനീര് കണ്ണിലാകുന്നതോടുകൂടി അവിടുന്ന് ദുആ ചെയ്യുന്നതോടുകൂടി അത് ശിഫയായി എന്നുള്ളതാണ്. എത്രത്തോളം ശിഫയായി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗം വന്നിട്ടേ ഇല്ലാത്ത രൂപത്തിലാണ് അത് ശിഫയായിട്ടുള്ളത്. പിന്നീട് പറയുമായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണം വരെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗം വന്നിട്ടില്ല, കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗവും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ് ഖദറിൻ്റെ പ്രത്യേകത ഇവിടെ പറയാം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതുപോലെ കണ്ണ് നോക്കാനേ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം അവിടെ എത്തുകയാണ്. എന്നിട്ട് ആ മജ്ലിസിൽ പോലും അദ്ദേഹം വരുന്നില്ല. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ളൊരു സ്ഥാനം അത് അദ്ദേഹത്തിന് തന്നെ കിട്ടുകയാണ്. അത് എവിടെയാണോ കിട്ടേണ്ടത്, എവിടെയാണോ എത്തേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സഹോദരങ്ങളെ അവിടെ എത്തിക്കുകയാണ്. എന്നിട്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹു റായ, പതാക അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഫിദ് അലാ റിസ്ലിക്, നീ വളരെയധികം അദബോടുകൂടി അവധാനതയോടുകൂടി നീ മുന്നോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ചില റിവായത്തിൽ നീ തിരിഞ്ഞു നോക്കരുത്, ഇംഷി വലാ തൽതഫിത്, നീ നടക്കുക, തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ സഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുറച്ചു മുന്നോട്ടേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തിന് ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ് അലാ മാദാ ഉഖാതിലുൻ നാസ്, ഏത് കാര്യത്തിലാണ് ജനങ്ങളോട് യുദ്ധം ചെയ്യേണ്ടത് എന്ന കാര്യം അദ്ദേഹം ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം ഉച്ചത്തിൽ ചോദിക്കുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് അക്ഷരം പ്രതി അംഗീകരിക്കുകയാണ്, അക്ഷരം പ്രതി അംഗീകരിക്കുകയാണ്, തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞതിനാൽ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. ഹത്താ തൻസില ബിസാഹതിഹിം, അവരുടെ ആ വിശാലമായ ആ ഭൂമിയിൽ നീ എത്തുന്നതുവരെ നീ മുന്നോട്ടേക്ക് പതാകയുമായി പോകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖൈബറിൻ്റെ യുദ്ധവേളയുടെ സംഭവമാണ്. എന്നിട്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേളയിൽ പറയുന്ന ഈ വിഷയമാണ് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ടത്. സുമ്മുദ്ഉഹും ഇലൽ ഇസ്ലാം, പിന്നീട് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിലുള്ള യുദ്ധം എന്ന് പറയുന്നത്, ജിഹാദ് എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലിനുള്ളതായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ക്രൂരന്മാരായ ചതിയന്മാരായ ജൂതന്മാരോട് അവസാന സമയത്ത് വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പറയുന്നത്? കാരണം അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ യുദ്ധം ചെയ്യാൻ പാടില്ല, അവരുടെ രക്തം അനുവദനീയമാവുകയില്ല, അവരുടെ രക്തം ഹറാമായി തീരും, നമുക്ക് കൊല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് അവരോട് വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് പറയുന്നത്. സുമ്മുദ്ഉഹും ഇലൽ ഇസ്ലാം, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമെന്നാണ്, അവരെ കൊന്നു തീർക്കുക. ഇതാണ് യുദ്ധത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ എന്തിന് ദഅവത്ത്? എന്തിനാണ് ദഅവത്ത്? നേരെ അവരെല്ലാം കൊന്നെറിയാൻ, കത്തിച്ച് ചാമ്പലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ കൽപ്പിക്കാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുമ്മുദ്ഉഹും ഇലാ ഇസ്ലാം. ചില റിവായത്തിൽ കാണാം വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി തആല ഫി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യഹൂദികൾ നേരത്തെ മദീനയിൽ ഉണ്ടായവരാണ്, പിന്നീട് ഖൈബറിലേക്ക് ഓടിപ്പോയതാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അറിയാം. എന്നിട്ട് പോലും വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നോക്കൂ, അവസാനത്തിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ കൃത്യമായി ദഅവത്ത് കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിലായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് പറയുക. ഇനി ഒരിക്കലും യഹൂദികളുടെ ഗനീമത്തൊന്നും കണ്ട് ഞാൻ ആഗ്രഹിക്കേണ്ടതില്ല. ദഅവത്ത് കൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടം വളരെ വലുതാണ്. ഫവല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ അലി, നീ മുഖേന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ, ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ അത് നിനക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും വളരെ ഖൈറായ കാര്യമാണ്. കാരണം അറബികൾ ഏറ്റവും വില പിടിച്ച ഒരു വാഹനമാണ് അന്നത്തെ ചുവന്ന ഒട്ടകങ്ങൾ എന്ന് പറയുന്നത്. ഇന്നും ഒട്ടകങ്ങൾക്ക് വിലയുണ്ട്, ചുവന്ന ഒട്ടകങ്ങൾക്ക് പ്രത്യേകമായ വിലയും അതിന് മാറ്റുമൊക്കെ ഉണ്ട്. അത് നിനക്ക് ലഭിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരാൾ ഹിദായത്തിലായാൽ. ഒരുപാട് ആളാകണ്ട, ഒരൊറ്റ ആളെങ്കിലും നിനക്ക് കൊണ്ട് ഹിദായത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇവിടെ ഹിദായത്തിൻ്റെ രണ്ട് രീതിയും പറയാൻ. ഹിദായത്തു തൗഫീഖുമുണ്ട്, ഹിദായത്തു അൽ ഇർഷാദുമുണ്ട്. ലഅൻ യഹ്ദിയല്ലാഹു ബിക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് നൽകേണ്ടത് ബിക്, താങ്കളിലൂടെ. അപ്പം അല്ലാഹുവാണ് ഹിദായത്തു തൗഫീഖ് നൽകുന്നവൻ. അല്ലാഹു നൽകിയ ഹിദായത്ത് കൊണ്ടല്ലാതെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഒരാൾക്ക് സാധിക്കുകയില്ല. എന്നാൽ അതിനും കാരണക്കാരാവാൻ സാധിക്കും. അതാണ് ലഅൻ യഹ്ദിയല്ലാഹു ബിക,
താങ്കളിലൂടെ എന്ന് പറഞ്ഞത്. അതല്ല എങ്കിൽ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഒന്നും ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്ത് കിട്ടുക. ആർക്ക് ഹിദായത്ത് കിട്ടണം എന്ന് അല്ലാഹുവിനാണ് അറിയുക. ഈ ഹദീസിൽ രണ്ടും ഒരുമിപ്പിക്കുകയാണ്. അല്ലാഹുവാണ് ഹിദായത്ത് നൽകേണ്ടത്. ഹിദായത്ത് തൗഫീഖ് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അതുപോലെ അതിനൊരു സബബ് വേണം. അത് താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ താങ്കൾക്ക് കിട്ടുന്നതിനേക്കാളും നല്ലതാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ. ഒരാൾ വന്നാൽ അതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ദീനുൽ ഇസ്ലാമിലേക്ക്, യഥാർത്ഥ പാതയിലേക്ക്, സത്യത്തിൻ്റെ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ എത്ര വലിയ കാര്യമാണത്. അതുകൊണ്ട് നമ്മൾ ദഅവത്തിൻ്റെ കാര്യം അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ആദാബുകൾ പാലിക്കണം, അതിൻ്റെ മര്യാദകൾ പാലിക്കണം. അങ്ങനെ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് പരലോകത്തും അതിനു മുമ്പ് തന്നെ ദുനിയാവിലും ഒരുപാട് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ, ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ദഅവത്ത് നടത്തുന്നവരെ, തൗഹീദിലേക്കും സുന്നത്തിലേക്കും ദഅവത്ത് നടത്തുന്ന ആളുകളെ ചില ആളുകൾ മുടക്കികളായിട്ട് മുന്നിലേക്ക് പോകും. എന്നിട്ട് അദ്ദേഹം പറയാൻ, മുടക്കികളായിട്ട് പോയിട്ട് പറയും, നിനക്ക് തസ്കിയത്തുണ്ടോ, ഏതെങ്കിലുമൊക്കെ പണ്ഡിതൻ നിനക്ക് ദഅവത്ത് നടത്താനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വല്ലതും നിൻ്റെ അടുക്കലുണ്ടോ? ഈ പറയുന്ന വ്യക്തി നല്ല നിലക്ക് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിക്കുകയായിരിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് പറയുന്നു, വലാ യുഅറഫ് ലഹു മുഖാലഫത്തുൽ ഉലമ, പണ്ഡിതന്മാർക്കെതിരായിട്ട് ഒന്നും ഇയാൾ ചെയ്യുന്നില്ല, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. നല്ല നിലക്ക് അവൻ പോവുകയാണ്. വലാ യുഅറഫു അൻഹു തഅന ഫീൽ ഉലമ, ഉലമാക്കളെ ചീത്ത പറയുന്ന, അഹ്ലുസുന്നത്തിനെ ചീത്ത പറയുന്ന ഒരു സ്വഭാവവും അവനില്ല. നല്ല നിലക്ക് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ദഅവത്ത് മുടക്കിക്കൊണ്ട് നിൻ്റെ അടുക്കൽ തസ്കിയത്തുണ്ടോ, ആ രൂപത്തിലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ മുടക്കാൻ ശ്രമിക്കും. അതൊരിക്കലും നീ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറയാണ്, ഇദാ തഅല്ലംത തൗഹീദ്, നീ തൗഹീദ് പഠിച്ചാൽ, വറഅയ്ത അന്നാസ ഗർഖ ഫി ശിർക്ക്, ജനങ്ങളെല്ലാം ഷിർക്കിൽ മുങ്ങിക്കുളിക്കുന്നത് നീ കണ്ടാൽ, ഫതറാ മൻ യദ്ഉ ഗൈറല്ലാഹ്, ചില ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നൊക്കെ കണ്ടു. വയദ്ഹബു ഇലൽ ഖുബൂർ, അവർ ഖബറിലേക്കൊക്കെ പോകുകയാണ്. വയസ്തഗീസു ബിഗൈരില്ലാ, അവർ അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇസ്തിഗാസൊക്കെ നടത്തുന്നു. വഅൻത തജ്ലിസു ബിദമിൻ ബാരിദ്, നീ തണുത്ത രക്തവുമായി ഇവിടെ ഇരിക്കുകയാണ്. തഖൂൽ ലൈസ ഇൻദി തസ്കിയ, എൻ്റെ അടുത്ത് തസ്കിയത്തൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ദഅവത്തൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യം കഷ്ടം തന്നെ എന്ന് സഹോദരങ്ങളെ സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അത് പറയാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ദീനിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്. അത് അദ്ദേഹം വളരെ കൃത്യമായി അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഅവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മര്യാദകളെക്കുറിച്ചും അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ്റെ മഹത്തായ ഉദാര്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.